വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൾ ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇന്ന് കർക്കിടകം 1 എന്താ രാമായണ മാസം ആരംഭമാണ്. അപ്പം നമ്മൾ ഐശ്വര്യമായിട്ട് ബസ്സിൽ കയറി അമ്പലത്തിൽ പോവാണ് കേട്ടോ. അപ്പം നമുക്ക് കയറാൻ വാ. അതെ അതെ കണ്ടില്ലേ ഗൈസ്? അതെ തന്നെ വലതുകാലം വെച്ച് കയറിയിട്ടുണ്ട്. ഇനിയിപ്പം ഇന്നത്തെ ഇതൊക്കെ റെഡി ആണെങ്കിൽ റെഡി അല്ലെങ്കിൽ നമ്മളെ ശരിയാക്കും. ഈ ഒരു മാസം പോക്കാണ്. യെസ്. അപ്പൊ നമ്മളിതാ ബസ്സിൽ ആരും ഇല്ല കേട്ടോ. അത് ഇവര് കണ്ടുള്ളൂ, ഞങ്ങൾ കണ്ടുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇരിക്കാനാ ഗായ്സ്. ഇപ്പൊ നമ്മുടെ സ്വന്തം ബസ്സിലാണ് കേട്ടോ നമ്മൾ ഇരിക്കുന്നത്. ഷൂ ഒക്കെ ഈ മാല അതേ തോന്നുന്നു കേട്ടോ. നല്ല സ്പെഷ്യാലിറ്റി ആയിട്ട് നമുക്ക് ബസ്സിന് നല്ല ചെമ്പരത്തിപ്പൂവിന്റെ മാല, ചെമ്പരത്തി, പിന്നെ കൂവളം, തുളസി എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ചേർത്തത് മാല ഇട്ടിട്ടുണ്ട്. ഹായ് ഹലോ ജയാനാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇനിയിപ്പൊ മഴയൊക്കെയല്ലേ, എന്നാ തുടക്കാ? നമുക്ക് പോവാട്ടോ. ബസ് അങ്ങനെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ബസ്സിന്റെ ഫ്രണ്ട് നമ്മൾ കണ്ടില്ലല്ലോ. എന്തെങ്കിലും പറയണ്ടോ? എന്തെങ്കിലും പറയണ്ടോ? ബസ് ഓൺ ദ വേ പോയിക്കൊണ്ടിരിക്കുക. അതെ, ആവാസിനെ പോലെ തലയാട്ടിക്കൊണ്ടിരിക്കുക. തൊട്ടിപ്പുറത്തുണ്ട്. തൊട്ടിപ്പുറത്ത് ആവാറ്റി ഇരിപ്പുണ്ട്. അതെ, ജോസൂട്ടി വരുന്നുണ്ട്. ജോസൂട്ടി നമ്മുടെ മീനങ്ങാടി ബസ്സല്ലേ? അങ്ങനെ സ്വന്തം ബസ്സല്ലേ? കേൾക്കുന്നില്ല, മുടിയായിട്ടാ കേൾക്കാത്ത. നമുക്ക് പോവല്ലേ? ശിവന്റെ മുഖം അങ്ങനെ ഞാൻ കണ്ടില്ല. സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. എപ്പോഴും ഇവിടെ വരണം. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ റൂട്ടായിരുന്നു നമ്മുടെ ബസ് പോയിക്കൊണ്ടിരുന്നത്. നല്ല രസമാണ് കേട്ടോ. ഞാൻ ഈ ഭാഗമൊക്കെ എപ്പോഴും സ്വപ്നം കാണാറുണ്ട്. കണ്ടില്ലേ? കുഴിക്കാടും മയിലും മാനൊക്കെ ഒക്കെ ഉണ്ടാവും. നല്ല രസമാണ് കേട്ടോ. മോസ്റ്റാണ്. ഹായ് ഗായ്സ്, ഞാൻ ഡയാനയാണ്. ഇത് അമ്മയാണ് കേട്ടോ. ഇവിടെ സെൽഫിഷുകൾ ഒറ്റയ്ക്ക് വീഡിയോ എടുത്ത് ആളാവുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കട്ടെ, അവരവിടെ നോക്കാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ ഹിന്ദു ശ്മശാനം. ഞങ്ങൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ പ്രേതങ്ങളെ കാണാറുണ്ട് ഗൈസ്. പിന്നെ അതാണ് അവിടെ എവിടെ ഉണ്ട്, അത് കാണാൻ പറ്റില്ലെന്നേ. എന്തൊന്നും പറഞ്ഞില്ലേ? എല്ലാരും ശശിയാക്കുക. അങ്ങനെ നമ്മള് വാഗേരിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവരെ എന്തൊക്കെയാ പറയുന്നത്? ഗായ്സ്, അപ്പൊ നമ്മളിതാ ബസ്സെല്ലാം ഇറങ്ങിയിട്ട് നമ്മൾ മോസ്റ്റായി അമ്പലത്തിലേക്ക് നടക്കുകയാണ് കേട്ടോ. നമ്മൾ പോകുന്നത് മാരിയമ്മൻ കോവിലിലേക്ക്, മാരിയമ്മൻ ടെമ്പിളിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പൊ അതാ ചെറുതായിട്ട് വെയിൽ വന്നിട്ടുണ്ട്. ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ ഭയങ്കര മഴയായിരുന്നല്ലേ പങ്ക? നമ്മുടെ മൂഡ് കളയാൻ വേണ്ടിട്ട് നമുക്ക് മടി വരും ആ മഴ വരുമ്പോ. കണ്ടില്ലേ അമ്പലത്തിന്റെ എൻട്രൻസ്? അപ്പൊ നമ്മുടെ കുഞ്ഞാറ്റിയും അമ്മയും ഇതാ അങ്ങോട്ട് നടക്കുന്നുണ്ട്. അതെ, അമ്പലം 12:30 വരെ ഉണ്ട് കേട്ടോ. ഇന്ന് 1-ാം തീയതി കുറച്ചു നേരം അധികം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് എന്താ പറയാ, അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പോവാട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അമ്പലത്തിന്റെ എൻട്രൻസ് നമുക്ക് പറയാട്ടോ. ഇത് സ്റ്റേജ്, ഇവിടെ വലിയൊരു മരമൊക്കെ ഉണ്ട്. ഇതും 50 വർഷം മുന്നത്തെ ശിവരാത്രിന്റെ സമയത്ത് ബാലെ കണ്ടത് ഈ സ്റ്റേജിൽ നിന്നാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ അല്ലേ കുറെ ഡെക്കറേഷൻസ് എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ ആൽമരം ഉണ്ട്, അതുപോലെ ഇത് ചെമ്പകം ഉണ്ട് കേട്ടോ. ഈ കൂടെ ഈ ഒരു മരത്തിന്റെ സെക്ഷനിൽ കൂവളം ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ അമ്പലം വരുന്നത്. മെയിനായിട്ട് നമ്മുടെ ദേവിയാണല്ലേ പെങ്കി, മാരിയമ്മയാണ് കേട്ടോ. മെയിൻ ദേവി മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ കാവില് സർപ്പക്കാവാണോ, കുറേ പേരുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. അമ്മ അതാ ഷൂ എല്ലാം അടിക്കുന്നുണ്ട്. നമുക്ക് ഷൂ. ഹലോ ഹലോ ഹലോ
ഇവിടെയാ? എന്താ ഹലോ അഴിക്കട്ടെ ഗായ്സ്. അപ്പം നമ്മളിതാ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. ഇപ്പം മഞ്ഞളാണ് പ്രസാദമായിട്ട് വരുന്നത്. അപ്പം നമുക്ക് മഞ്ഞൾ പ്രസാദം നെറ്റിയിൽ ചാർത്താട്ടോ. ഇവിടെ കുറച്ച് വെള്ളമെല്ലാം ഉണ്ട്. കണ്ണാടി എന്ത് ഗൈസ്? അപ്പം നമുക്ക് വേഗം എന്ത് ചെയ്യാം, മഞ്ഞൾ പ്രസാദം തൊടാട്ടോ. ആരാത്? ആരുടെയാ? എൻ്റെ ഉടുപ്പിൻ്റെ എന്തോ ഒരു ഇത്രയും ബാക്കിയാണ്. എൻ്റെ പൂച്ച മാന്തിയത് പോക്കിമോൻ മാന്തിട്ടോ. മഞ്ഞളാക്കിയിട്ടുണ്ട്. തൊട്ടു കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി നമ്മളിതാ നമ്മുടെ കാവിലേക്ക് പോവാണ് കേട്ടോ. അപ്പം മോസ്റ്റായിട്ട് മഴയൊക്കെ പെയ്തിട്ട് ചെറുതായിട്ട് വെള്ളമൊക്കെ ചാടിയിട്ടുണ്ട്. കുഞ്ഞാറ്റിയും അമ്മേന്തേ പോകുന്നു. ഞാനും പങ്കെടുക്കാൻ വരികയാണ് കേട്ടോ ഗായ്സ്. ഇപ്പം നമ്മൾ കാവിലെത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? നമുക്കിനി പ്രാർത്ഥിക്കാം. അപ്പം നമുക്കിനി വലം വെക്കാം കേട്ടോ. ഇഷ്ടമല്ല അത്രയും ടൈംസ് നിങ്ങൾക്ക് വലം വെക്കാം. നമ്മൾ ആൽമരത്തിന് ചുറ്റും വലം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ട കാര്യങ്ങൾ നടക്കുമെന്നാണ് കേട്ടോ പറയുന്നത്. കണ്ടില്ലേ? ഇവിടെ ചെമ്പകവും ആലും അതുപോലെ കുറേ ടൈപ്സ് മരങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വലം വെക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതാ പങ്കനാണ് എൻ്റെ കൂടെ. മമ്മയും കുഞ്ഞാറ്റിയും കൂടെ അതേ ഫ്രണ്ടിലേക്ക് താഴെ, ഇവിടെ താഴെ മാരിയമ്മൻ കോവിലിൻ്റെ അവിടെ താഴെയായിട്ട് ഒരു പ്ലാവുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഇത്രയും ചെറിയ ചക്കയല്ലേ പങ്ക ഉണ്ടാവുന്നത് അതിനകത്ത്? താമരച്ചക്കയാണോ? അല്ല, ആനച്ചക്കയല്ല, സാധാരണ ജാക്ക് ഫ്രൂട്ട്. അതിൻ്റെ സൈസ് ഭയങ്കര കുഞ്ഞിതാണ്. പിന്നെ താമരച്ചക്ക എന്നൊക്കെ പറയുന്ന ടൈപ്പ് ചക്ക അവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ യാത്ര ഇനി അങ്ങോട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ചക്കക്കള്ളന്മാരാകാൻ വേണ്ടി പോവാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇത് അമ്പലം, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം വല്ലതും ഉണ്ടോ എന്ന്. ഇല്ല, അവരുണ്ടവർ നടക്കുന്നത് അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഇത് കണ്ടില്ല, ഒരു പ്ലാവ്. ഒരു ചെറിയ ഇടവഴിയൊക്കെ ഉണ്ട് കേട്ടോ. ജെയിൻ വീൽസും കാര്യങ്ങളൊക്കെ ഇതാ ഈ ഭാഗത്താണ് കേട്ടോ വരുന്നത്. മാരിയമ്മൻ കോവിലിൻ്റെ ടെമ്പിളിന് ഉത്സവം എന്ന് പറയുമ്പോൾ അതൊരു മോസ്റ്റ് ആണല്ലേ പെങ്കി. ഏറ്റവും വലിയ ഉത്സവമാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഉത്സവമാണ്. വന്നവർക്ക് മാത്രമേ അറിയാം. പിന്നെ മാരിയമ്മയിലെ താലം വേൾഡ് റെക്കോർഡ്സിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മോസ്റ്റ് ആയിട്ടുള്ള വലിയ താലം എന്ന് പറഞ്ഞിട്ട്, ഇത്രയധികം ഗേൾസ് പങ്കെടുത്തിട്ടുള്ള താലം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതവിടെ ചെളിയൊക്കെ ഉണ്ട് വഴിയിൽ. നമുക്ക് പോവാം. കണ്ടില്ലേ ഈ പ്ലാവ്? ഇങ്ങനെ നമ്മൾ ഈ ഇടവഴി കൂടെ പോകുമ്പം കുറേ അധികം പ്ലാവ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്ലാവിൻ്റെ സൈഡിലായിട്ട് മുള്ളുണ്ട് ഇതിനകത്ത്. നോക്ക് ഗൈസ്, ഞാൻ ചക്കക്കൈ ചവിട്ടി. കുഞ്ഞാറ്റീൻ്റെ പാൻറ്റും ഡ്രസ്സാണ് കേട്ടോ. കണ്ടില്ലേ, മുള്ള് മോസ്റ്റാണ്. നല്ല രസമുണ്ട്. വലിയ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. ഇത് കോളാക്കി കഴിഞ്ഞാൽ എനിക്ക് നല്ല ചവിട്ട് കിട്ടും. അപ്പം ആ ചക്കത അങ്ങോട്ടാണ് കേട്ടോ ഉള്ളത്. അല്ല, പ്ലാവ്. നമുക്ക് അത് കണ്ടോ? ഇത് നല്ല രസമുണ്ട് കാണാൻ അല്ലേ വെങ്കിലി? ഒരു കത്തി ഇഷ്ടമായിട്ട് അമ്പലത്തിൽ എടപ്പോടാ ചക്കപ്പഴം കഴിക്കാനാണ്. അപ്പം നമ്മളിതാ നടക്കാണ് കേട്ടോ. ഇവിടെ എന്തിൻ്റെയൊക്കെയോ പണികൾ നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് മുകളിലേക്ക് പോവാം ഗായ്സ്. ഇപ്പം നമ്മളിതാ ആ ചക്കമരത്തിൻ്റെ അടുത്ത്, അതായത് നമ്മുടെ പ്ലാവിൻ്റെ അടുത്തെത്തി. നിങ്ങൾ കാണുന്നുണ്ടോ ചക്കകൾ? അപ്പം ഞാൻ നിങ്ങൾക്ക് ശരിക്കും ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അത് ഇവിടെ കുറേ എണ്ണം വീണ് കിടക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ? ഇതാണ് ആ ചക്ക കേട്ടോ. ചീത്തയായി പോയതാണ്. ഇത് കണ്ടില്ലേ? കുറേ ടൈപ്സ്, കുറേ എണ്ണം വീണ് പോയിട്ടുണ്ട്. ഇത് കണ്ടോ? ഇത് കണ്ടോ? ഇതിങ്ങനെ ആർത്ത് കയറിട്ടാണ് രസമല്ലേ കാണാൻ. പക്ഷെ നോക്കുക അടുത്തായിട്ട് നിൽക്കുന്ന ഒരു ചക്ക പോലെ എങ്ങനെ പറിക്കും അറിയില്ല ഗായ്സ്. നോക്ക്, കണ്ടില്ലേ? ഇതാണ് ആ ജാക്ക് ഫ്രൂട്ട്. കണ്ടില്ലേ ഗൈസ്? നമ്മുടെ പങ്കെന്ന് പറഞ്ഞ എടുത്തതാണ്. എല്ലാം ചീത്തയായിട്ടോ. എന്താല്ലേ? പക്ഷെ നല്ല രസമല്ലേ കാണാൻ? മോസ്റ്റായിട്ടില്ലേ?
നമ്മുടെ കുഞ്ഞാറ്റി പറിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അതെ ഇത് പറിക്കാനാണ് നോക്കുന്നത്. പക്ഷെ അത് കിട്ടിയില്ല. പക്ഷെ കുഞ്ഞാറ്റി പറിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇതാ മമ്മി ഇത് എടുത്ത് വെച്ചു. എന്റെ മുടി മുഴുവൻ കോളായി ഗൈസ്. മൈ ഗോഡ്. ഇതാണ് എന്ത് അവസ്ഥ എന്ന് പറയുന്നത് അല്ലേ? ആണോ? മോസ്റ്റ് അവസ്ഥ അല്ലേ? നമ്മുടെ കുഞ്ഞാറ്റി ഒരെണ്ണം പറിച്ചു കേട്ടോ. മുളഞ്ഞീനാണോ? മോസ്റ്റ് മുളഞ്ഞീനുണ്ട്. ആണോ? ദേ ഒരാളിവിടെ കഴിക്കൽ വരെ തുടങ്ങിക്കഴിഞ്ഞു. നമ്മളെയാണോ? പോയി പണി നോക്കടാന്ന് പറയും. അത്രേ ഉള്ളൂ. അതാ 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 പൈങ്കിളിതേ മുളഞ്ഞീനുണ്ടേ. പറിച്ചിട്ടുണ്ട് കേട്ടോ. മോളെ എന്റെ മണ്ണൊന്ന് മാറ്റി. മണ്ണോ? ആ വണ്ടിയിൽ കെറുകെറു സൗണ്ട്. ഗായ്സ് ഇപ്പൊ ഇതാ പണിയുന്നത് കല്യാണ മണ്ഡപമാണ് കേട്ടോ. മാരിയമ്മൻ ടെമ്പിളിന്റെ ഇതിൽ പെടുന്നതാണ് ഈ സ്ഥലം എല്ലാം. അവിടെ കൊണ്ട് പൊടിച്ചു തരാൻ പറയാം. പറിക്കണം. അതെ അതെ. അങ്ങനെ നമ്മുടെ പപ്പ ദാ പോവാണ് കേട്ടോ. മൈ ഗോഡ്, ഇതെങ്ങനെ പറിക്കും? ഈ പ്ലാവൊക്കെ മുറിച്ച് കളയുന്നതാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഈ കല്യാണ മണ്ഡപം സെറ്റായി വന്നു കഴിഞ്ഞാൽ ഈ പ്ലാവെല്ലാം മുറിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മോസ്റ്റ് ആയിട്ടുള്ള മണ്ഡപമാണെന്ന് തോന്നുന്നു ഗൈസ്. ഇപ്പോൾ ഇതാ കുഞ്ഞാറ്റി പങ്കം പറിച്ച ചക്കയാണ് ഇത് നമ്മുടെ കുഞ്ഞാറ്റി. അപ്പോൾ നമ്മൾ ജാക്ക് ഫ്രൂട്ട് എല്ലാം പറിച്ചിട്ടുണ്ട്. ഇവിടെ വലിയ മതിലൊക്കെ വരുമ്പം നമ്മുടെ ഈ പ്ലാവെല്ലാം പോകുമെന്നാണ് കേട്ടോ പറഞ്ഞത്. എന്തായാലും എനിക്കെന്തോ വിഷമാവുന്നു. ഇത്രയും നല്ല ജാക്ക് ഫ്രൂട്ട്സ് വരുന്ന മോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പ്ലാവാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ നല്ല ആക്രമിച്ചിട്ടുണ്ടെന്ന് പറയും. അയ്യോ, അത് ജീവനുള്ള പങ്കൻ വവ്വാലെന്ന് പറയും. ജീവനില്ലാത്ത വവ്വാലുണ്ടോ പൊട്ട? ഇതെന്താണ്? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. മനുഷ്യവാലാന്ന് പറഞ്ഞാൽ വാ വേഗം ഓടാ. അമ്മ ഇത് വാർത്ത തരണം കേട്ടോ. നന്നായി പോയി. ഇത് നോക്ക്, അവിടെ അടിപൊളി സ്പോട്ട് തന്നെ. അങ്ങനെ നമ്മൾ ചക്കപ്പഴം അങ്ങ് മോസ്റ്റായി അറ്റാക്ക് ചെയ്തു. കൈയുടെ അവസ്ഥ എന്റെ കയ്യിലിതാ അവിടെ എവിടെയൊക്കെ മുളഞ്ഞായിട്ടുണ്ട്. കൊടയില്ലാതെയാണ് ഗൈസ് ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത്. ഗൈസ് മോസ്റ്റായിട്ട് മഴയും പെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വേഗം നടക്കാം. അതെ, ഇതാണ് ആ കല്യാണ മണ്ഡപം പണിഞ്ഞോണ്ടിരിക്കുന്നത്. അതല്ല നടക്കുന്നില്ല കൂടെ. പങ്കം കണ്ടില്ലേ, ഓടിപ്പോയിട്ടുണ്ട് കേട്ടോ. അവിടെ ഫുള്ള് ഇതൊക്കെ ചക്ക വീണ് കൊള്ളായിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം. അങ്ങനെ നമ്മൾ നടന്നിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ പ്ലാവെല്ലാം ഉണ്ട്. ഈ പ്ലാവിനെ എല്ലാം മോസ്റ്റായി മിസ് ചെയ്യും, എല്ലാം വെട്ടിക്കളയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തോ വിഷമം. ഇത് ഇവിടെ 3-4 ചക്ക വീണ് നടക്കുന്നു. ഭയങ്കര എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പൊട്ടിക്കാൻ തരുമോ ഗൈസ്? ഇപ്പൊ നമ്മളിതാ നടന്ന് വരികയാണ്. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ നിറച്ച് ചെക്ക വേന് കയറക്കുന്നുണ്ട്. അപ്പൊ അവര് ബാക്ക് സൈഡിൽ വരുന്നുണ്ട്. ഇവിടെ മുതൽ ഫുൾ കൺസ്ട്രക്ഷൻ സൈറ്റ് ആണ് കേട്ടോ. വാ, അങ്ങനെ നമ്മളിതാ സ്റ്റെപ്പ് കയറാണ് കേട്ടോ. അങ്ങനെ ഇവിടെ എടുത്ത് എത്തിയതാ നിന്നു മടുത്തു ഗൈസ്. ഇപ്പൊ മോസ്റ്റ് ആയിട്ട് എടാ മഴ പെയ്യുന്നുണ്ടടാ, മഴ പെയ്യുന്നുണ്ട് കേട്ടോ. കൊടയില്ല. നിങ്ങൾ വരുന്നില്ലേ? അങ്ങനെ നമ്മളിതാ തിരിച്ചെത്തിയിട്ടുണ്ട്. ഈ വഴിയും പോവാം, ഈ വഴിയും പോവാം. ഏത് വഴി വേണമെങ്കിലും നമുക്ക് പോവാം. ഗായ്സ് ഇപ്പം നോക്ക്, അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. ക്യാമറയിൽ കാണുന്നുണ്ടോയെന്നറിയില്ല. നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ കയറി നിൽക്കുകയാണ്. പൈങ്കിളിയും കുഞ്ഞാറ്റിയും കൂടി വാഷ്റൂമിലേക്ക് പോയതാണ് കേട്ടോ, കൈയൊക്കെ കഴുകാൻ വേണ്ടി. അപ്പോൾ അവർ വരുന്നവരവിടെ വെയിറ്റ് ചെയ്യാം. പക്ഷെ നമ്മുടെ കയ്യിൽ കുടയുണ്ടാവും അമ്മേ? കുടയില്ലല്ലോ, അവസ്ഥയാട്ടോ, കുടയില്ല. അങ്ങനെ നമ്മുടെ പൈങ്കിളി കുഞ്ഞാറ്റിയൊക്കെ വന്നു. കണ്ടില്ലേ, മഴ മാറി വെയിലായി. അങ്ങോട്ട് ഓടിയപ്പോൾ മഴയായിരുന്നു. അമ്മേ, സൺസ്ക്രീൻ പോലും ഞങ്ങളിന്ന് കുറേ ദിവസമായി ഒരു കരിഞ്ഞ റോസാപ്പൂക്കൾ കോലാവും.
വല്ല പാടത്തും പോയി നിന്നാ മതി. അയ്യോ അങ്ങനത്തെ വെയിലാട്ടോ ഇപ്പത്തെ വെയില്. ചോളക്കമ്പ് പാടം ഉണ്ടെങ്കിൽ പറയുന്നു, അതായത് തിന്നുകൊണ്ടാണ് നിൽക്കാം. സ്കെയർക്രോ ആവും നമ്മള്. അതെ. അപ്പൊ ഒരു ഫ്രണ്ട്ലി നടക്കുന്നുണ്ട്. അതി പറ, ഞങ്ങള് ബാക്കിൽ ഞാൻ ഞാൻ പറഞ്ഞതാ വലിയ കുട എടുത്തോളാൻ. അപ്പൊ പറഞ്ഞ് പുതിയ കുട വാങ്ങാന്ന്. പുതിയ കുട വാങ്ങണമെങ്കിൽ കട ഏറ്റവും താഴെയാ കിടക്കണം. അതെ, ഉഗാണ്ടയിൽ എത്തണം ഗൈസ്. അപ്പൊ ഞങ്ങള് വേഗം ഉഗാണ്ടയിൽ പോയിട്ട് ഇനി കുട വാങ്ങട്ടെ. കൈ വേദന എടുക്കുമോ ക്യാമറ പിടിച്ചിട്ട്. അപ്പൊ നമുക്ക് പോകാം അല്ലേ? കണ്ടില്ലേ ഈ പ്ലാന്റ് നല്ല രസമല്ലേ കാണാൻ. ഈ പ്ലാന്റിന്റെ പേരെന്താ? കാറ്റ് ക്ലോ എന്നാണ്. ഞാൻ പറയുന്നില്ല, എന്തോ ആണ്, അങ്ങനെ എന്തോ ആണ് നെയിം. നല്ല യെല്ലോ ഫ്ലവേഴ്സ് ആണ് ഇവിടെ. പിന്നെ അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ട് ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ഇവിടെ ഇരിക്കാൻ പറ്റും. ഇവിടെ ബസ് വന്ന് നിർത്തും. പിന്നെതാ ഇഷ്ടംപോലെ വെഹിക്കിൾസ് എല്ലാം പോകുന്നുണ്ട്. സീബ്ര ക്രോസിംഗ് ഉണ്ട് അവിടെ. മൈജി ഫ്യൂച്ചർ എന്താണ്? ഫ്യൂച്ചർ എന്റെ ഫ്യൂച്ചറാണ്. എന്താണ് മൈജി അവിടെയാണ് കേട്ടോ. അങ്ങനെ നടക്കുന്നവർക്ക് നല്ല ലാവൻഡർ ഫ്ലവേഴ്സ് കേട്ടോ. കണ്ടോ? ഞാൻ കണ്ടു. ആരുണ്ടല്ലേ? ഓ, ഇവരാരും കണ്ടില്ലെന്ന് തോന്നുന്നു. അതെ, എന്റെ ഗൈസ് വീട്ടിൽ നിന്ന് മുടിയൊക്കെ എന്ത് കാണിച്ചു വെച്ചു. ഇവിടെ വന്നപ്പോൾ 4-3-7 കഷ്ടമുണ്ട്. അല്ല, 4-3-7 പീസാണ് ആകെ മുടിയുള്ളത്. 7 പീസുകളുണ്ട് കേട്ടോ. എന്റെ മുടി ഇത് തന്നെ ഉണ്ട്. ഇത് 1, 2, 3, 4. ഇവിടെ അത് 5, ബാക്കിൽ 6, 7 ഇല്ലേ പങ്ക? സത്യം. കുഴിയിലെങ്ങാനും കാലായി പിന്നെ ക്രെയിനിനെ വിളിക്കേണ്ടി വരും ഞങ്ങളുടെ കാലെടുക്കാൻ. കണ്ട് പമ്മ പറയും ഈ പിള്ളേർക്ക് മുഖത്ത് തവളേനെയാണോ? ആർക്കറിയാം, എന്തോ നല്ല സ്പോഞ്ചിലാണ്. അത് നമ്മുടെ എല്ലാരും ഇപ്പൊ അവരുടെ കൂടെയാണ് അവള് ഫോട്ടോ എടുക്കുന്നത്. അർജന്റീനന്റെ വലിയ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അറിയില്ല ഗൈസ്, ഇപ്പൊ വലിയ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. വാ, അർജന്റീന മൈ ജി ഫ്യൂച്ചർ ബത്തേരി എന്നിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പോവാൻ. ഭയങ്കര വെയിലാണല്ലേ പങ്ക? മോസ്റ്റ് വെയിലല്ലേ? മോസ്റ്റ് വെയിലാണ്. മോസ്റ്റ് വെയില് നമ്മളോട് പ്രതികാരം ചെയ്യാം. സത്യട്ടോ. എന്തെങ്കിലും ഉണ്ടെ സൂര്യദേവനോട് പറയായിരുന്നു, നമുക്കത് പറഞ്ഞു തീർക്കാം. സത്യം, ഇങ്ങനത്തെ പ്രതികാരം വേണ്ടാന്ന്. അപ്പൊ മോസ്റ്റായി നമ്മൾ നടക്കാണ് ഗൈസ്. പിന്നെ ഇതാ ഇതിന്റെ ഓപ്പോസിറ്റ് അവിടെ കണ്ടോ? അത് ജെയിൻ ടെമ്പിൾ ആണ്. അങ്ങോട്ട് പോവാത്തയാണ് ഗൈസ് നല്ലത്. നിങ്ങൾ പോയാൽ അവിടെ പോകുന്നതാണ്. അപ്പം പേര് പോലെ ഒന്നും അല്ല കേട്ടോ. അത് നിങ്ങൾക്ക് പോയാൽ മനസ്സിലാവും. നമ്മൾ കൂടുതൽ പറയുന്നല്ല. എന്താ ഗൈസ്, അപ്പൊ ഇതാ പങ്ക മുടി റെഡിയാക്കാണ്. മുടി കൊള്ളായില്ലേ പങ്ക? അത് എന്റെ മുടി നോക്ക്, കൊള്ളായി. വീട്ടിൽ നിന്ന് എങ്ങനെയൊക്കെ സെറ്റാക്കി സൈഡും കുത്തി വെച്ചിട്ടൊരു കാര്യമില്ല. സത്യം, മുടി ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതാണ് സെഞ്ചുറി ഫാഷൻ സിറ്റി. നമ്മൾ സെഞ്ചുറിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് നടക്കുന്നത്. ഇവിടെ ഹാപ്പി ഹാപ്പി ബത്തേരി എന്ന് എഴുതിയിട്ടുണ്ട്. കാണണ്ടേ? യാ, ഈ മരമല്ലേ അവിടെ ഉള്ളത്? ഫ്ലവറിന്റെ ആ വലിയ മരമാണ് കേട്ടോ. സത്യം അല്ലേ? സ്കൂട്ടിയൊക്കെ വണ്ടി കൂടെയാണോ ഓടിക്കേണ്ടത്? ഞങ്ങളിപ്പം ഫുഡ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പോവാം. അപ്പൊ ഇവിടെ 1-ാം തീയതി ആയതുകൊണ്ട് എല്ലാം നമ്മുടെ ലക്ഷ്മി നരസിംഹം ക്ഷേത്രത്തില് അന്നദാനം ഉണ്ടെന്നാണ് അല്ലേ? എല്ലാരും പോകുന്നേ വരുന്നേ കണ്ടു. അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കിയിട്ട് ഓടി വരാട്ടോ. അമ്പലത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഓൾറെഡി കേറിയിട്ടുണ്ട്. ബർത്ത്ഡേക്കല്ലേ? നമ്മുടെയൊക്കെ ബർത്ത്ഡേക്ക് വന്നിട്ടില്ല. നല്ല തിരക്ക് കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇനിയിപ്പോ ക്യാമറ അലൗഡ് അല്ല, അങ്ങനെ എന്തെങ്കിലും പറയാനറിയില്ല. ഓരോരുത്തർ ഓടുന്നുണ്ട് കേട്ടോ. നമുക്ക് പോയി അത് തന്നെ ഗൈസ്, നമുക്ക് ശശിയാവില്ലെന്നറിയില്ല. എന്നിട്ട് പോവാം. എല്ലാരും പോകുന്നത് അമ്മയും ചെരുപ്പഴിക്കട്ടെ കേട്ടോ. ഇപ്പൊ നമ്മൾ നടക്കുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. എല്ലാരും ഓട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ നടക്കാണ്. വീട്ടിൽ നിന്ന് വരുമ്പോൾ വെള്ള സോക്സ് ആയിരുന്നു, അവിടെ എത്തിയപ്പോഴേക്ക് മഞ്ഞ സോക്സ് ആയിരിക്കും. ഇവിടുന്ന് ക്യൂ ആണ് കേട്ടോ. കണ്ടോ? നമുക്ക് എന്തായാലും പോയി നോക്കാം. ക്യൂവിൽ നിന്ന് ഇനി നമ്മൾ എന്നാണ് പങ്ക പോവാ അറിയില്ല. ഇത് നാളെ അപ്പൊ നമുക്ക് എന്തായാലും ക്യൂവിൽ നിൽക്കാൻ കഴിയും. കണ്ടില്ലേ? ഇതൊരു കണ്ണാടിയാണ് കേട്ടോ. മോസ്റ്റാണ്.
ഞാൻ അവരെ എന്ന് കൊടുക്കാൻ സാരി പറ്റാൻ അയ്യോടപ്പോടാ എനിക്കൊരു ഇഷ്ടംപോലെ റോസാ ഫ്ലവേഴ്സ്. ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു ഇത്. പുറത്ത് നമ്മുടെ ധന്വന്തരീൻ്റെ ഫോട്ടോ എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ, കണ്ടോ? അപ്പം നമ്മളിതാ ക്യൂവിൽ നിൽക്കുക കേട്ടോ, കണ്ടില്ലേ? മോസ്റ്റ് ക്യൂ ആണ്, നിൽക്കുവാണ് അല്ലേ? ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെയാണ് നമ്മൾ ഇന്ന് അമ്പലത്തിൽ വന്നിട്ടുള്ളത്. തീരെ പ്രതീക്ഷിച്ചില്ല. കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അമ്പലം ആ സൈഡിലേക്ക് പണിതു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ കുറേ ആയി വന്നിട്ട്. അവിടെ ഇല്ലായിരുന്നു ആദ്യം. കുറേ ഇല്ല, അവിടേക്ക് ഇറങ്ങി പോകുന്ന ഓർക്കുന്നില്ല. കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കാം. ഗൈസ് കണ്ടോ, മോസ്റ്റ് തിരക്കാണ് കേട്ടോ. നമ്മൾ നിന്ന് പോവാണ്. അപ്പോൾ അതായി നമ്മൾ ഇറങ്ങിപ്പോകുന്ന വഴി കൂടെ കുറേ പേര് കയറിയും വരുന്നുണ്ട് കേട്ടോ. അറിയില്ല, മോനെ ഭയങ്കര കഷ്ടമായി പോയി. കാരണം നമുക്ക് ഈ കയറുന്ന വഴി കൂടെ അല്ല, നമ്മൾ ഇറങ്ങുന്ന വഴി കൂടെ കയറും. നമ്മളിതാ അന്നദാനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ നടക്കുക. അവിടെ കണ്ടില്ലേ, മോസ്റ്റ് ചെടിയൊക്കെ ആയിട്ടുണ്ട്. എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അതാ അവിടെ എവിടെയോ ഒരു ടേബിൾ ഫ്രീ, ഏതെങ്കിലും ടേബിൾ ഫ്രീ ഉണ്ടോ നോക്കടാഞ്ഞിട്ട് നോക്കാം കേട്ടോ, ഉണ്ടോന്ന്. ഇവിടേക്കൊന്നും അധികം ചെളിയും മണ്ണൊന്നുമില്ല. ഇതാ നമുക്കൊരു ടേബിൾ ഫ്രീ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കഴിക്കാം കേട്ടോ. കണ്ടില്ലേ, ഇവിടെ എല്ലാവരും ഗായ്സ്. ഇപ്പൊ നമ്മളിതാ അന്നദാനം കഴിക്കുവാണേ. അത് മൈനല്ലേ? മൈനല്ല, അപ്പൊ നമ്മളിതാ കഴിക്കാം. ഇതാ മോസ്റ്റ് ആയിട്ട് ഇതാ എല്ലാരും കഴിക്കാണോന്ന് നോക്കുവോ? അപ്പൊ എനിക്ക് ആ തിരക്കിന്റെ ഇടയ്ക്ക് ക്യാമറ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ എന്ന് തന്നാലും അല്ലേ അവസ്ഥ എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ. താങ്ക് യു. ഇന്നറിന്റെ ഉള്ളിലുണ്ട്, എല്ലാത്തിനും കൊടുത്തു. എനിക്ക് അമ്മ മോസ്റ്റായി വാരി തന്നു. അപ്പം ഞാൻ എന്തായിരുന്നു പറഞ്ഞത്, ആ സാമ്പാറിൽ എൻ്റെ ഫോൺ വീഴുമായിരുന്നു കേട്ടോ. അത് കാരണം ക്യാമറ അപ്പം എടുത്തില്ല. മമ്മയ്ക്ക് മോസ്റ്റായി വാരി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ കഴിക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. നമുക്ക് വേഗം കഴിക്കാം. അപ്പൊ ഞാൻ മാത്രമാണ് കുഞ്ഞു പ്ലേറ്റിൽ കേട്ടോ കഴിക്കാൻ ഗൈസ്. ആദ്യത്തെ വാ നിങ്ങൾക്കാണ്. എവിടെയല്ലേ ക്യാമറ? തിന്നോ കേട്ടോ, കഴിക്കട്ടെ. എന്നിട്ട് സാമ്പാറുണ്ട്, കൂട്ടുകറിയുണ്ട്, അച്ചാറുണ്ട്. അപ്പം എല്ലാവരും കഴിക്കുന്ന ബിസിലാണ്. നമുക്ക് മമ്മ കഴിയാനായിട്ടോ, നമുക്ക് കഴിക്കാം ഗായ്സ്. ഇപ്പം നമ്മൾ അന്നദാനം എല്ലാം കഴിച്ചിട്ട് ഇതാ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അതെന്നെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അമ്പലത്തിൻ്റെ എൻട്രൻസിൽ കൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പം നമുക്ക് പോവാം. നന്നായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. അയ്യോ, അങ്ങനെ നമ്മളിതാ എത്തിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ക്യൂ നിന്ന ഏരിയയാണ് ഇവിടെ. അവിടെ എത്തി. ഇനിതാ മുടി മുഴുവൻ കോളായി. എടാ നിനക്ക് കാലുണ്ടോടാ? അവൻ്റെ കാലിതാ അവിടെ എവിടെ ഇടിച്ചു കേട്ടോ. ശിവലിംഗത്തിലടിച്ചത്. അതൊരവസ്ഥയാ. അത് ഇടിച്ചൊരു മുട്ടിന്റെ താഴേക്ക് എനിക്കില്ല. എന്റെ ദൈവമേ, ഇതേ മഴ പെയ്യുന്ന കഴിച്ച് ഞങ്ങൾ ഷൂർ ഇട്ടോ. കാലല്ലോ എന്തേലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. നോക്കി നടക്കാം അല്ലേ? എന്നതാണോ അതോ ഡാൻസ് വീട്ടിൽ നിന്നോ പ്രാക്ടീസ് ഇല്ല, എന്നിട്ട് ഇവിടുന്ന് പ്രാക്ടീസ് നമ്മൾ നന്നായിട്ട് കെട്ടണം അല്ലേ? പങ്ക കുഞ്ഞാച്ചി എന്തോ ഷൂവിന്റെ അടി കാണിച്ച് ഓറ പോകുന്നുണ്ടേ. പിന്നെ അടി പിന്നെ ചെളിയല്ല. പിന്നെന്താ എന്റെ ഷൂവിൽ നടിക്ക് ചെളിയല്ല, പിന്നെന്താ മണ്ണാണ്. ക്യാമറയിലെ വെള്ളമായി. അതാ
ഈ പങ്കാൻ ഇച്ചിരി ഓവർ ആവുന്നുണ്ട്. അല്ല ക്യാമറ അവിടെ ഇവിടെ അവിടെ വെള്ളമായിട്ടുണ്ട്. എവിടെ? ആ വെള്ളമുണ്ട് ഗൈസ്. ഇനി നമ്മൾ ഇപ്പത്തെ കാലിന്റെ ഓറകളായിട്ടെ. ഡിസൈൻ ഒക്കെ കണ്ടാൽ ഗ്രിപ്പുണ്ട്, പേടിക്കണ്ട. പോയി ഓറ പോയി, എന്റെ ഓറ ഗൈസ്. ഞങ്ങൾ വിഡ്ഢികളായിട്ട് ഷൂ ഇവിടെ നിരത്തി വെച്ചിട്ട് പോയി. മഴയത്ത് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. എടാ അവിടെ വെച്ചാ പോരൊന്നും അനയില്ലായിരുന്നടാ. അത് മുമ്പ് പെൺബുദ്ധി പിൻബുദ്ധി വായടാ. നിങ്ങളല്ലേ പൊട്ടന്മാരെ ഇവിടെ കൊണ്ടുവന്നത്? ക്യാമറ ഓണോ? ഞങ്ങൾ അങ്ങോട്ട് നടന്നിരുന്നു. മമ്മയാണെ വേർത്ത് വേർത്ത് മമ്മേന്റെ മുഖം അപ്പൊ ചുമന്ന് ചാട് നിലത്തു. അത് കെട്ടാൻ പറ്റില്ല അമ്മേ. അപ്പൊ നമ്മള് അമ്പലത്തിൽ നിന്ന് ഇപ്പൊ എടുത്തരാട്ടോ. അമ്പലത്തിൽ നിന്ന് ഇതാ ഇറങ്ങി കണ്ടില്ലേ. മമ്മക്ക് പിക്കെല്ലാം എടുത്ത് കൊടുക്കണം. മമ്മയുടെ ഷോപ്പറൊക്കെ ഇതാ എൻ്റെ കയ്യിലാണ് കേട്ടോ. അപ്പം മമ്മയ്ക്ക് വേഗം ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കട്ടെ. ഫുഡ് കഴിച്ച് വയറൊക്കെ നിറഞ്ഞു. നിങ്ങളൊക്കെ എന്താ കഴിച്ചേ? ഫുഡ് കഴിച്ചോ അല്ലേ? ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് കഴിച്ചില്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഒന്നും കഴിക്കില്ല. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നടക്കുന്നത് അത് തന്നെ. മമ്മയ്ക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ ദാ നമ്മൾ അമ്പലത്തിനോട് ബൈ ബൈ എല്ലാം പറഞ്ഞിട്ട് പോവാണ് കേട്ടോ ഗൈസ്. അമ്മ ദാടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. നമുക്കിനി നടക്കാം ഗൈസ്. ഇപ്പം നമ്മൾ നന്ദിലത്തിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഇപ്പം ഇവിടെ നിന്നാണ് നമ്മുടെ മിക്സി വാങ്ങിയില്ലേ മമ്മേ? ആ അതൊരു ട്രാജഡി സ്റ്റോറിയാണ് ഗൈസ്. മിക്സി മോസ്റ്റ് പോവാട്ടോ. എനിക്ക് വാങ്ങി തരുമോ? എന്ത് കുഞ്ഞേ കുഞ്ഞേ കോഴിക്കുഞ്ഞ്? കോഴിക്കുഞ്ഞിനെ കണ്ടോ ഗൈസ്? നോക്കിതാ യെസ് ഭാരത് കേട്ടോ. ഭാരതിന്റെ അറിയില്ല ഓപ്പോസിറ്റ് ഇതാ നമ്മുടെ അസംഷൻ ചർച്ചാണ് കേട്ടോ. അപ്പം നമ്മൾ മോസ്റ്റായി നടക്കുക. ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ് കേട്ടോ ഗൈസ്. ഇപ്പം നമ്മൾ നടന്നിട്ട് ഇതാ നമ്മുടെ അസംഷൻ ചർച്ചിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റാണ് യെസ് ഭാരത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. മോസ്റ്റായിട്ട് ഇന്ന് ക്ലാസ്സില്ലേ? ആ ഇന്ന് ക്ലാസ് ഉണ്ട് കേട്ടോ. നമ്മളിതാ പള്ളീൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ നിൽക്കുകയാണ്. ഇവരെല്ലാവരും ഇവിടെ ഇരുന്നു കേട്ടോ. മോസ്റ്റായിട്ടുള്ള നമ്മുടെ കാറ്റെല്ലാം വരുന്നുണ്ട്. വായിൽ മുടി. അപ്പോൾ ചർച്ചിൽ നമ്മൾ ഇന്നിപ്പോൾ കയറുന്നില്ല കേട്ടോ. കണ്ടില്ലേ നമ്മുടെ ചേർച്ച്. നമുക്ക് നേരെ നമ്മുടെ മാതാവിൻ്റെ അടുത്തേക്ക് പോവാം. ഇതാ എൻ്റെ മോസ്റ്റ് മാതാവാണ് കേട്ടോ. ഇത് ചക്കര മാതാവ്. നമുക്ക് അങ്ങോട്ട് നടക്കാം. എന്തൊരു വെയിലാണ് അമ്മേ. വായിലേക്ക് മുടി മുഴുവൻ പോകുന്നുണ്ട്. കുഞ്ഞാറ്റിതാ മാതാവിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. നമുക്കും പോവാം. ഹായ് നമ്മുടെ മാതാവ് ഇതാ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഈ മോസ്റ്റായിട്ട് ഇപ്പം മെഴുകുതിരി കത്തിക്കാണ് മാതാവിൻ്റെ അടുത്ത്. അങ്ങനെ നമ്മൾ മാതാവിൻ്റെ അടുത്ത് പോയി കുഞ്ഞാറ്റി മെഴുകുതിരി കത്തിച്ചു, പ്രാർത്ഥിച്ചു. എന്നിട്ട് നമ്മളിതാ ബത്തേരിയുടെ നഗരവീഥികളിലൂടെ കാൽനടയായി യാത്ര ചെയ്യുകയാണ് ഗൈസ്. ഹാപ്പി ഹാപ്പി ബത്തേരി എന്ന് എല്ലായിടത്തും മോസ്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ, വെച്ചിട്ടുണ്ട്. ശരിയാ, ക്ലീൻ സിറ്റിയാണ് നമ്മുടെ കേരളത്തിൻ്റെ മോസ്റ്റ് ആയിട്ടുള്ള ക്ലീൻ സിറ്റിയാണ് നമ്മുടെ സുൽത്താൻ ബാറ്ററി. ഇവിടെ വന്നാൽ തന്നെ മനസ്സിലാവും. അത് തന്നെ സത്യം കേട്ടോ, ഭയങ്കര ക്ലീൻ ആണ്. ഇല്ല അത് തന്നെ സത്യമായിട്ടും ക്ലീൻ സിറ്റിയാണ്. ക്ലീൻ സിറ്റി, ഗ്രീൻ സിറ്റി, ഫ്ലവർ സിറ്റി. അപ്പം ഇവിടെ നോക്ക് പല ടൈപ്പ് കൊങ്ങിണീസ് ആണ് കേട്ടോ. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? പൈസ കണ്ടോ? കൊങ്ങിണിപ്പൂക്കൾ മോസ്റ്റായിട്ട്. ഈ കൈ പിടിച്ചെടുക്കുന്ന കാരണം തന്നെ മോസ്റ്റായിട്ട് എൻ്റെ ഈ കൈയാ അയ്യോ കൈ ഒടിഞ്ഞു ഗൈസ്. അപ്പം ഞാനും പങ്കനും കൂടി നടക്കുകയാണ്. പറയുന്നുണ്ടായിരുന്നു വെളിച്ചെണ്ണ വാങ്ങണമെന്ന്. അപ്പം നമ്മളിനി നെക്സ്റ്റ് പോകുന്നത് പങ്ക വെളിച്ചെണ്ണ. അതേ നമ്മുടെ ഫ്രഷ് വെളിച്ചെണ്ണയാണ് നമ്മൾ വാങ്ങാൻ വേണ്ടി പോവാ കേട്ടോ. ഇതാ മമ്മ വെളിച്ചെണ്ണ എല്ലാം വാങ്ങുന്നുണ്ട് കേട്ടോ. ഗൈസ് ഇങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ വാങ്ങിയില്ല പങ്ക? ആ വെളിച്ചെണ്ണ വാങ്ങി. യെസ്, നല്ല ഫ്രഷ് വെളിച്ചെണ്ണ കിട്ടും കേട്ടോ അവിടെ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് ഇതാ കുറേ പച്ചക്കറിയും പഴങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്തൂടെ. യെസ്, നമ്മളിതാ നടക്കുവാണ്. അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ
അങ്ങനെ ഇല്ലാത്ത വണ്ടികളാണല്ലോ ശരിയാ. അത് സീബ്ര ക്രോസിൽ തന്നെ പോവാണെങ്കിലും ഒരു വണ്ടി പോലും നിർത്തില്ല. നമ്മളെങ്ങനെ ഇടിച്ചിട്ടിട്ട് പോവാന്നുള്ള ചിന്തയാണ്. കോമൺ മാനേഴ്സ് പോലും ഇല്ല. നമുക്കൊരു പരിക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സീബ്ര ക്രോസിലൂടെ പോകുന്നത്. പക്ഷേ വണ്ടികൾ എന്താ അവിടെ അവർക്ക് തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. ഒരാളുടെ ജീവൻ എടുത്തിട്ടുള്ള തിരക്ക് സെക്കൻഡ് നിർത്തി തരാൻ പറ്റില്ല. ഭയങ്കരമാണ് കേട്ടോ. അതിപ്പോ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയല്ലേ നമ്മൾ പോയിട്ടുള്ളത്. പിന്നെ പറയുമ്പോ കൊച്ചിയിൽ പോയി പിന്നെ ക്രോസ് ഉണ്ടോ നിങ്ങളവിടെ നിന്നാ മതി. നമ്മുടെ കുഞ്ഞാറ്റിയും അമ്മയും ഫ്രണ്ടിൽ നടക്കുന്നു. പിന്നെന്താ മേക്കാഡൻസ് ഉണ്ട് ഇവിടെ. നമ്മൾ മലബാർ ഗോൾഡ്, മേക്കാഡൻസ്, പിന്നെ എന്താ ഒരു സ്പോട്ട് ഉള്ളത്, ആ ഒരു ഏരിയ അവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നമ്മുടെ മേക്കാഡൻസ് ആണ് ഗൈസ്. കുറേ ഫ്ലാഷ് മോബ് എടുത്തിട്ടുണ്ട് കേട്ടോ മേക്കാഡൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ നിന്ന്. അയ്യോ മടുത്തില്ലേ പങ്ക, എനിക്ക് കൈ കേട്ടോ മടുത്തേ. അപ്പൊ നമുക്ക് മോസ്റ്റായി നടക്കാം. ഇപ്പൊ നമ്മള് മമ്മേന്റെ മൊത്തം ടെൻഷൻ കാണുന്നില്ലേ. നെല്ലിക്ക നാരങ്ങന്റെ ആ കടയിലുണ്ടോ നോക്കി നിൽക്കാണ്. ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയാൽ പോരെ, ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ശശിയാവും കേട്ടോ. നേരെ പോവാനാ. എന്നാലും നമുക്ക് ഇവിടെ പോണ്ടേ. എവിടെ അത് അങ്ങ് മുകളിലല്ലേ. ഗായ്സ് അപ്പൊ ഇത് നോക്ക്, ജെറ്റ് പാർക്ക് ഇവിടെയാണ് കേട്ടോ. ഫ്രീ ആയിട്ട് നമ്മുടെ കുടിവെള്ളം, ശുദ്ധീകരിച്ച കുടിവെള്ളം നിങ്ങൾക്ക് ഇവിടുന്ന് കുടിക്കാവുന്നതാണ്. ഇതാ ആ സ്പോട്ടില് വെള്ളം ഉണ്ട് കേട്ടോ. ഇതവിടെ അത് തന്നെ, നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നിട്ട് വെള്ളം കുടിക്കാം. വെള്ളം അവൈലബിൾ ആണ്. നമ്മള് കൊറേ പ്രാവശ്യം ദാഹിച്ച് വലഞ്ഞു വന്നിട്ട് അത് തന്നെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ശരിയാ, ചുങ്കത്തും ഉണ്ട്, മിൻമാളിന്റെ ഓപ്പോസിറ്റ്. സത്യം. നമുക്ക് പോയി എടുത്താലോ? മമ്മയ്ക്ക് ഏതോ ഡ്രസ്സ് എടുക്കണം എന്ന് പറയുന്നുണ്ട്. നമുക്ക് അവിടേക്ക് പോവാം കേട്ടോ. എങ്ങോട്ടാ? നിങ്ങൾ മുമ്പിൽ പോയി എന്നിട്ട് ഞങ്ങളെ വീഡിയോ എടുക്കുക. ഹയ്യടാ, ഞങ്ങളുടെ ബാഗ് ഫുള്ള് കാണിച്ച് കാഴ്ചനെ ഇതാക്കിയിട്ട് നിങ്ങൾ കുറച്ച് ഇവരുടെ ബാഗ് കാണുക കഴിച്ച് നിങ്ങൾ. ഹലോ ഹലോ, ഇതേ മേത്ത് വെള്ളം വീണു പൈങ്കിളിന്റെ. അയ്യോ പെട്ടോ. അതല്ലേ നമ്മുടെ പൈങ്കിളി കുഞ്ഞാറ്റിയും ഡ്രസ്സ് എടുത്ത ഷോപ്പ്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ എന്തിനാണ് പോകുന്നത്? മമ്മക്ക് ഡ്രസ്സ് ടി കെ ആണോ? ടി കെന്നാ വേണ്ട, പ്ലാൻ ക്യാൻസലായി. ഇതാണ് ഞങ്ങളുടെ മമ്മ. ഗൈസ് അല്ലല്ലേ പങ്ക? സത്യം. സോറി ഗൈസിനോട് ചോദിക്കുന്നു. ഗൈസ് അപ്പൊ നമ്മള് കൊട വാങ്ങാൻ കയറിയിട്ടോ. 250 ആണ് അമ്പറിലേക്ക് വില. ഇത് രസല്ലേ? കൊടയിൽ കണ്ണു വെച്ച് ഫാസ്റ്റായി. അപ്പൊ ഒരു തായി റെഡ് കൊടയും ഒരു തായി ബലൂൺ കളർ കളർ സെലക്ട് ചെയ്തിട്ടോ. അത് നമുക്ക് വാങ്ങാം. ആരെ കൊണ്ടോ പോയിട്ടോ ഞെട്ടി കൊട ചൂടി. ഇനി അടുത്ത കൂടെ ചൂട് പറയുന്ന കേക്കണ്ടേ. വർണ്ണശബളമായ കൂട. എന്റെ ദൈവമേ, പല കടയിലും പല റേറ്റ് ആണ് കേട്ടോ അംബ്രല്ലക്കൊക്കെ. അപ്പം 2 കൊട അടിപൊളി കൊടയാണ്. നോക്കട്ടെ ഇനി ആരെ ഇടിച്ചിടാൻ പോകുന്നത്. അങ്ങനെ ഞാൻ മാതാശ്രീന്റെ കൂടെ നടക്കാണ് കേട്ടോ. പൈങ്കിളിയും കുഞ്ഞാറ്റിന്റെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. നമ്മുടെ പൂമരം വീണ്ടും അവർ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാകാൻ വേണ്ടി വീണ്ടും കട്ട് ചെയ്തിട്ടുണ്ട്. കാണിച്ചു തരാം. ഉണ്ടോ? കണ്ടില്ലേ? ഇതാണ് എൻ്റെ ബോയ് ഫ്രണ്ട്. ഇതിൻ്റെ പേരാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡാണ്. നമ്മുടെ കൂടെ വന്ന നമ്മുടെ കൂടെ പറഞ്ഞു വിടാൻ. അതാണ് ഈ മാനിക്യൂറിന്റെ പ്രശ്നം. നമ്മള് തൊട്ടാ കൂടെ അങ്ങനെ തൊടാൻ പേടിയല്ലേ. അതന്നെ. അപ്പൊ അവര് പുറകെ വരുന്നുണ്ട്, ഞങ്ങള് മുമ്പിൽ. സോറി പേര് മാറിപ്പോയി. ഒരേ പേരുള്ളവരുടെ ഓർത്തില്ല. അസ്ലിയും റോഷനും ഒരേപോലത്തെ ഷർട്ട് ഉണ്ട്. അവരൊക്കെ ഒരേപോലത്തെ
പുതിയ റോഷനാണ് ഗൈസ്, പുതിയ കൊട. ഞങ്ങളുടെ ബലൂൺ കൊട ശരിക്കും നമ്മുടെ വയറ് പോലത്തെ ബലൂൺ, വയർ ബലൂൺ അല്ലേ വലിയ ആപ്പിൾ പോലെ ഉത്സവത്തിലൊക്കെ ഉള്ളത്. അത് ചുരുക്കത്തിൽ പറഞ്ഞ ഞങ്ങളുടെ വയറ് ഇല്ല കേട്ടോ, ചീഞ്ചട്ടി ഇല്ല. അതെ, അത്രേ ഉള്ളൂ. ഈ കടയിലുണ്ട് കുറെ നമ്മുടെ സാധനം. ശരി കേട്ടോ, കൊടവയർ അല്ല കേട്ടോ. ഈ ടൈപ്പ് ബലൂൺ നിങ്ങൾ കണ്ടില്ലേ, വലിയ വട്ടത്തിലുള്ള ആപ്പിൾ വരത്തി കാണിച്ചു കൊടുക്കാൻ കഴിച്ചു. എന്റെ മോനില് അതെ, ചെറിയ കൊട അല്ലേ, നല്ല രസമുണ്ട്. അതെ അതെ, ബലൂൺ കൂടെയാണ്. ആ, കൊടയ്ക്ക് അധികം ഹൈറ്റില്ല, ഒരാൾക്ക് ചൂടാം, അത്ര മാത്രം. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ പൂച്ചയമ്പലത്തിന്റെ അടുത്തെത്തിട്ടോ. നമ്മൾ പൂച്ചയമ്പലം എന്നാണ് പറയുന്നത്. നന്നായിട്ട് ആവി എടുക്കുന്നുണ്ട്. അത് തന്നെ പറയേ വേണ്ട, പനങ്കുലൊക്കെ ഉള്ളത് കാരണം മോശമാണ് ഗൈസ്. അയ്യോ, ഇവിടെ എത്തുമ്പോൾ മടുക്കും. പിന്നെ എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ, എനിക്ക് കൈവേദന തുടങ്ങി. ഇവിടുന്ന് പച്ചക്കറി ചിലപ്പോൾ വാങ്ങും. ഇപ്പൊ പച്ചക്കറി മമ്മ മുളകും തക്കാളി എല്ലാം വാങ്ങി. ഇതേ കൊടയും തുള്ളിട്ടുണ്ട്. ഇനി നമ്മൾ പോവാണ്. കുഞ്ഞേക്ക് ഒരു ഷർട്ട് കയ്യിലെത്തിച്ചിട്ടുണ്ട്. നോക്കട്ടെ, അവന് ഇഷ്ടമായി എന്നാ പറഞ്ഞത്. ഇട്ട് വെക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. എനിക്കുള്ള കേട്ടോ സെലക്ട് ചെയ്യുമെന്ന്. ആ എടുക്കണേ, വിളിച്ചിരിക്കുമല്ലേ. ഹായ്, നല്ല രസമുണ്ട്. ആ എടാ പങ്ക, നീ പങ്ക നല്ല രസമുണ്ട്. ഭയങ്കര എടാ, നിനക്ക് നന്നായി ചേർന്നിട്ടുണ്ടോ പച്ച? അത്ര രസമുണ്ട്. അപ്പൊ ഞാനും എന്തായാലും എടുത്തു കേട്ടോ. അത് എനിക്ക് ഞാൻ എടുത്തിട്ടാ നിങ്ങൾ എടുത്ത കോപ്പി അടിയാണേ. എടാ കൃത്യം 3 അപ്പൊ നമുക്ക് വേണ്ടിരുന്ന ഡ്രസ്സായിരുന്നു ഇത്. അയ്യോ, അത് ഓവർ ഷേപ്പായി. എന്തെങ്കിലും പറയണ്ടെങ്കിൽ പറഞ്ഞു. കുഴപ്പമില്ല, അത്ര വന്നില്ലേ. ഗൈസ് ഇപ്പൊ ഞാനിവിടെ വീഴാൻ പോയിട്ടോ. അപ്പം അമ്മ പറയായിരുന്നു എന്നോട് നിലത്ത് നോക്കി നടക്കാൻ. മുഴുവനും നല്ല ആവി എടുക്കുന്നില്ലേ അമ്മയെ? ഷോപ്പിലെല്ലാം പിടിച്ച് നടക്കുകയാണ്. നമ്മൾ ആ 3 ഷർട്ട് എടുത്തു കേട്ടോ. മുടിയൊക്കെ കണ്ടില്ലേ, മോസ്റ്റ് കുളമായിട്ടുണ്ട്. എവിടെയാ കണ്ടില്ലേ ഗൈസ്? ഇപ്പം നെക്സ്റ്റ് നമ്മളിതാ ഉണക്കമീൻ വാങ്ങാൻ വേണ്ടി കയറിയേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൂച്ചപ്പിള്ളേർക്ക് ഇഷ്ടമുള്ള ടൈപ്പ് മെത്തിയാണ് നമ്മൾ വാങ്ങുന്നത് ഗൈസ്. അല്ലാതെ ഇവിടെ കുഞ്ഞി ചെമ്മീൻ, നത്തൽ, ചെമ്മീൻ, അടവ്, അങ്ങനെയുള്ള കുറേ ടൈപ്പ് മീനുകളെല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, വേഗം മുത്തി വാങ്ങാം ഗൈസ്. എങ്ങനെ നമ്മൾ ഉണക്കമീനെല്ലാം വാങ്ങിയിട്ട് നടക്കുകയാണ് കേട്ടോ. മടുത്തു ഗൈസ്. ഇപ്പോൾ ചിക്കൻ സ്റ്റാളിൻ്റെ ഫ്രണ്ടിൽ 2 ചിക്കൻസ് നിൽപ്പുണ്ട്. അപ്പോൾ അവർ ചിക്കൻ വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാനും അമ്മ ഇവിടെ ഡൈജിറ്റോൺ വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ പൂച്ചപ്പിള്ളേർക്കും പട്ടിപ്പിള്ളേർക്കും ഒക്കെ വേണ്ടിയിട്ട് നെക്സ്റ്റ് കടയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഓയിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ അമ്മേൻ്റെ അടുത്ത് മോസ്റ്റായ ലിസ്റ്റ് എല്ലാം ഉണ്ട്. നെസ്കഫെ മേടിക്കണോ? ആ, നെസ്കഫെ വാങ്ങണം. ഇപ്പം ഇനി സ്കൂളൊക്കെ ലീവ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് ഗൈസ്. ചിരിക്കോ ജുവാനോ ഒന്ന്? അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങിട്ടോ പാൽപ്പൊടി വാങ്ങാൻ കയറി ഗൈസ്. സാമ്പിൾ. അങ്ങനെ ഇതാ നോക്കുകുട്ടികളെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ടയേർഡായില്ലേ? ഭയങ്കര ടയേർഡായി. ഇനി വീട്ടിൽ പോയി എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയാൽ മതി. ആ അവസ്ഥയിലെത്തി. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നെക്സ്റ്റ് ബസ് കയറാൻ വേണ്ടി പോവാം. ബസ്സിൻ്റെ ബസ്സിയാണ് ഗൈസ്. ഗൈസ് ഇപ്പോൾ ഇതാ നമ്മൾ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്വന്തം
സെന്റ് മേരീസിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ കേട്ടോ. പാപ്പശ്ശേരി ഇതാകുമ്പോൾ കയറി ആവേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ബത്തേറ്റ് പാപ്പശ്ശേരി പാപ്പശ്ശേരി പോയി ഇറങ്ങിയാൽ സത്യം. പിന്നെ ഇറങ്ങി നിൽക്കുന്ന സ്ഥലത്ത് അത്ര വലിയ പ്രോബ്ലം ഒന്നുമില്ല. നേരെ വീട്ടിലേക്ക് ഇങ്ങനെ പോയാൽ മതി. അയ്യോ അങ്ങനെ എത്തി കേട്ടോ ഗൈസേ, എത്തി. ബസ്സിലിതാ എല്ലാവരും ചേർന്നുണ്ട്. ഞാൻ പെട്ടെന്ന് വെച്ച് പൊന്നുണ്ണിയാണോ എന്ന്. നീതു മിസ് ഓടി വരുന്നുണ്ടോ? വീഴാൻ പോയല്ലോ. മഴക്കാറുണ്ടല്ലേ? മഴക്കാരം അങ്ങനെ ഉറക്കം വന്നിട്ടില്ലേ കണ്ണ്? എനിക്ക് ഗായ്സ് ഇപ്പം നല്ല മോസ്റ്റായിട്ട് മഴ പെയ്യുന്നുണ്ട്. എൻ്റെ കഴിഞ്ഞപ്പോൾ ക്യാമറ മോസ്റ്റായിട്ട് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഉറക്കാൻ വരുന്നുണ്ട്. സത്യം നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. എൻ്റെ പുറം നനയുന്നുണ്ട്. ബാക്ക് ചെയ്ത് അടച്ചു. അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സും കൂടി ഉണ്ടല്ലേ ഓൾറെഡി അടഞ്ഞതാണ്. മോസ്റ്റ് മഴയാണ് കേട്ടോ അങ്ങനെ മഴയില്ല. മോസ്റ്റ് മഴ. ഈ ചേച്ചിയാണ് എപ്പോഴും ഉറക്കാം. 2 മണി വെള്ളം മേത്ത് എപ്പോഴും എൻ്റെ ഉറക്കം പോയി. വെയിലും മഴയും കൊത്തണ്ട വെയിലും മഴ കുക്കറിൻ്റെ കല്യാണം അല്ലേ? മഴവിലുണ്ടാവുക പറ്റി ഇപ്പോഴാണ് മീൻസ് മഴവിലുണ്ടാവുക. മോസ്റ്റ് അല്ലേ? ഉണ്ടായാൽ മതിയായിരുന്നു. അതെ മോസ്റ്റ് ആണ് കേട്ടോ. സത്യം നേരിട്ട് എന്തൊരു മഴയാണ്. മോസ്റ്റ് മഴ. മോസ്റ്റ് ഡേയ്സ് ഒന്നുമില്ല, ഉറക്കം വരെ വീട്ടിൽ പോയിട്ട് ഇറങ്ങണം. ഗായ്സ് ഇപ്പം നമ്മളിതാ ബസ്സെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം എല്ലാവരും മോസ്റ്റ് ടയേർഡായി. അവരിത് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളിനി ഓട്ടോ വിളിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ്. ഭയങ്കര ടയേർഡായിട്ടോ. നല്ല ഉറക്കം വരുന്നുണ്ട്. ഉറക്കം വന്നിട്ട് കണ്ണ് അടഞ്ഞു പോവാ കേട്ടോ ഗൈസ്. അപ്പം നമ്മളിതാ നേരെ വീട്ടിലേക്ക് പോവാം. അപ്പം എല്ലാവർക്കും നമുക്ക് എല്ലാവരെയും നെക്സ്റ്റ് വീഡിയോയിലാണ് വീണ്ടും കാണാം കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ ബൈ. ലവ് യു ഗൈസ്. ചക്കര ബൈ.